ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഈദൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റൈസ് റെസിപ്പി, അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി ചിക്കൻ വിത്ത് റൈസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വരാൻ പോവാണ്, സ്പെഷ്യലായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലോട്ട് പോകും മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റിൽ നമ്മൾ ചിക്കൻ റെഡിയാക്കിയിട്ടാണ് റൈസ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നായിട്ട് നമുക്ക് പെരി പെരി സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ സോസിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു റെഡ് ക്യാപ്സിക്കം മുഴുവനായിട്ട് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ് ക്യാപ്സിക്കം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ, എങ്കിലേ നമ്മൾ സോസിന് ആ ഒരു റെഡ് കളറ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ഡ്രൈ ചില്ലി, ഒരു 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിർ, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഇത് പെരി പെരി സോസ് കുറച്ചധികം തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിലൊന്നും ഈ ഒരു റൈസിനും ചിക്കനും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ, 1/2 കപ്പ് എടുക്കണം. ഇനി നിങ്ങൾക്ക് ഓയിൽ ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഇടയ്ക്കൊക്കെ പെരി പെരി ചിക്കൻ ഇങ്ങനെ ഇതെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ച് വരാം. അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെരി പെരി സോസ്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിലാക്കിയിട്ട് പെരി പെരി സോസ് എന്നൊക്കെ എഴുതിയിട്ട് എടുത്ത് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ മുഴുവനായിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെരി പെരി റൈസ് ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഏറ്റവും നല്ലത്. ഒരു 3-4 പീസാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഗ് പീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ചിക്കന് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ മുഴുവനായിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സോസിൽ നിന്ന് ഒരു 1/4 ഭാഗം സോസോളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള സോസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം തന്നെ വെക്കുക, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ സോസൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചാൽ നന്നായിട്ടൊന്ന് അതിൽ പിടിച്ച് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പെരി പെരി സോസ് ഉണ്ടാക്കാനായിട്ട് ശരിക്കും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ സീസണിങ്ങും അതുപോലെ പാഴ്സലി ലീവ്സൊക്കെ വേണം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവണം എന്നില്ല, കൂടുതൽ ആളടുത്തും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പെരി പെരി റെസിപ്പി കാണിച്ചു തരുന്നത്. ഇനി ഇങ്ങനെ ഒരു ബിരിയാണി പോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതിലാണോ റൈസ് ഉണ്ടാക്കുന്നത് ആ ഒരു പാൻ എടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ബിരിയാണി പോട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ട് ചെയ്യുന്നില്ല, എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്. ബിരിയാണി പോട്ടിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ ഫ്രയറിൽ വെച്ചത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പോട്ടിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് അല്ലെങ്കിൽ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അല്പം കുറച്ചും കൂടി ആ ഒരു പെരി പെരി സോസ് തേച്ച് കൊടുത്തിട്ട് വീണ്ടും കൂടി മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തത് ഫസ്റ്റ് ഒരു 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഇട്ടു. പിന്നെ വീണ്ടും തിരിച്ചിട്ടിട്ട് ഒരു 20-25 മിനിറ്റ് 200 ഡിഗ്രിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് അടിയിൽ ഉണ്ടാവും. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഓയിൽ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബിരിയാണി പോട്ടിലാണ് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിലിൽ തന്നെ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ആ ഒരു ഓയിൽ ഉണ്ടായിരുന്നു, ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 1.25 കപ്പ് ക്യാപ്സിക്കം ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഗ്രീൻ ആണുള്ളത് എന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. സോസിന് എന്തായാലും റെഡ് ക്യാപ്സിക്കം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് വെജിറ്റബിളായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ടിട്ട് ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല, അല്പം മുമ്പാണ് ഇട്ടത്, മറന്നു പോയതാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 2 മാഗി ക്യൂബ് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പെരി പെരി സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഓരോന്നും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കാൻ നോക്കാം. അപ്പോൾ 3 കപ്പ് ബസ്മതി റൈസ് ഒരു 25 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് ഈ ഒരു റൈസ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നേരമൊന്നും വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഈ ഒരു മസാല ഒരു റൈസിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നതിൽ ഞാൻ 3 കപ്പിന് 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കുക. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വേവാക്കിയിട്ട് റൈസൊക്കെ ഒന്ന് ഉടച്ചെടുക്കരുത്. പാകത്തിന് വേവാകുമ്പോൾ തന്നെ തുറന്ന് നോക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ളൂ സിമ്മിലിട്ടിട്ട്. അത്ര വേവിച്ചെടുത്താൽ മതി, പാകത്തിന് വേവായി കിട്ടാൽ മതി. ഒരുപാട് വേവിച്ചെടുത്തിട്ട് ഉടച്ചെടുക്കരുത്, അതുപോലെ തന്നെ വേവാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ പെരി പെരി റൈസ് ഉണ്ടാക്കാനായിട്ട്. ചോറ് വേവായി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കനും കൂടി വെച്ചിട്ട് അടച്ച് വെക്കുക. സെർവ് ചെയ്യുമ്പോൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി ചിക്കനും അതിൻ്റെ കൂടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു പെരി പെരി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ആ ഒരു റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ഒരു റൈസ് റെസിപ്പി അതുപോലെ ചിക്കൻ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും വെച്ചിട്ടല്ല നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വരെയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ടോ വീഡിയോ ആയിട്ടോ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് ബൈ.